എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് വിതരണം ചെയ്യും. 3200 രൂപ വീതം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള ഓരോ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരും. അതുമാത്രമല്ല, പുതിയ സാമ്പത്തിക വർഷം കൂടി ആയതിനാൽ സർക്കാർ മുമ്പ് പറഞ്ഞതുപോലെ കുടിശ്ശികയുടെ ഗഡുക്കൾ കൂടി വിതരണം ആരംഭിക്കും. കുടിശ്ശിക പൂർണ്ണമായും നൽകി തീർക്കുകയല്ല, തനത് തുകയോടൊപ്പം ഒരു ഗഡുവായിരിക്കും വിതരണം ചെയ്യുക. അപ്പോൾ ഓരോ ഗുണഭോക്താക്കൾക്കും 3200 രൂപ വീതമായിരിക്കും ലഭിക്കുക. സംസ്ഥാനം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരായിരുന്ന PSC അംഗങ്ങൾക്കും ഇനി നേട്ടം. 2 സർവീസും പരിഗണിച്ചായിരിക്കും ഇനി പെൻഷൻ. സർക്കാർ സർവീസിനൊപ്പം PSC അംഗമെന്ന നിലവിൽ സേവനകാലവും പരിഗണിക്കാൻ ഉത്തരവ് ഇറക്കിയത്. പൊതുഭരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് പുതിയ ഉത്തരവ് പിന്നാലെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പൊതുഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. നേരത്തെ PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും പെൻഷൻ ഉയർത്തിയതിനു പിന്നാലെയാണ് വീണ്ടും ഇവരുടെ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തിയ പുതിയ ഉത്തരവ്. സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്നവർ PSC ചെയർമാനോ അംഗങ്ങളോ ആവുകയാണെങ്കിൽ അവരുടെ സർക്കാർ സർവീസ് കാലയളവിനൊപ്പം PSC അംഗമെന്ന കാലയളവും കൂടി പരിഗണിച്ചുകൊണ്ട് പെൻഷൻ പരിഷ്കരണം നൽകണമെന്നാണ് പുതിയ ഉത്തരവ്. കഴിഞ്ഞ 7-ാം തീയതി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടത്.